ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ ഈ ഹൽവയിൽ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 4-5 മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുതിർത്താലേ ഗോതമ്പ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഗോതമ്പിനെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ പകുതി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ജാറിലേക്ക് ഒഴിച്ച വെള്ളമാണ്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗോതമ്പും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ അരിച്ചെടുക്കാം. ബാക്കിയുള്ള വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം. ഇപ്പോൾ ഗോതമ്പ് അരച്ചത് കൂടാഞ്ഞിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, അത് കളയാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ശർക്കര എടുക്കുന്നുണ്ട്. പൊടിച്ച ശർക്കരയാണ് 2 കപ്പ്. നമ്മൾ നുറുക്ക് ഗോതമ്പ് അളന്ന അതേ കപ്പിൽ തന്നെ ശർക്കരയും അളന്നെടുക്കണം. 2 കപ്പ് ശർക്കര തന്നെ വേണം ഇതിൽ നല്ല മധുരം കിട്ടാനായിട്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് മാറ്റി വയ്ക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഗോതമ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ആ പാത്രത്തിൽ നിറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ശർക്കര പാനിയാക്കി അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സാക്കിയ ശേഷം ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയത്തിലും ലോയിലും മാറി ഇട്ട് വേണം ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് ഹൽവ ഒരിക്കലും ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകി പോവും. അപ്പോൾ ഹൽവയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകില്ല, ഗോതമ്പിൻ്റെ ഒരു ചവയുണ്ടാകും. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറേശ്ശായിട്ട് നെയ്യ് പലപ്പോഴായിട്ട് ഒഴിച്ച് വേണം ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹൽവ കട്ടിയായിട്ട് വരുന്നതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കണം. തീ കുറച്ച് വയ്ക്കുകയും വേണം, തീ കൂട്ടി വയ്ക്കരുത്. ഈ ഒരു മീഡിയത്തിലും ലോയിലും മാറിയിട്ട് ഹൽവ ഇളക്കിയെടുക്കാം. വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇത്രയും ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇതൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കാം. ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഹൽവയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ആകെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത്രയും നെയ്യ് ഉണ്ടെങ്കിലേ ഈ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ ഈ ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നില്ല, സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയ ശേഷം ഹൽവ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് സ്പൂണിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഹൽവ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ നന്നായിട്ട് തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരും. അതിലിപ്പോൾ ചെറിയ ഒരു വെട്ടൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ് ഹൽവ കഴിക്കാനായിട്ട്. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയുകയില്ല. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് ഹൽവയുടെ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.